ഹലോ, ഞാൻ ഇന്ന് ആരുടെ കഥയാണ് പറയാൻ പോകുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അതേ, കണ്ടോ, ഈ പൂച്ചക്കുട്ടിയുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ മകൻ കേശുവിന് കുട്ടിക്കാലത്ത് വലിയ ഇഷ്ടമുള്ള കഥയായിരുന്നു. എന്താ കഥയുടെ പേരെന്നറിയണ്ടേ? ഇനി പാല് വേണ്ടമ്മേ. അതെ, അതാണ് കഥയുടെ പേര്. ഇനി പാല് വേണ്ടമ്മേ. കണ്ടോ, നമ്മുടെ അമ്മപ്പൂച്ചയും പൂച്ചക്കുട്ടികളെയും കണ്ടോ? ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടികൾ, ഇതാണ് നമ്മുടെ അമ്മപ്പൂച്ച. കേട്ടോട്ടോ, പൂച്ചക്കുഞ്ഞുങ്ങൾ അമ്മയെ കാത്തിരിപ്പാണ്. അമ്മ വരട്ടെ, തുറന്നു പറയണം, എന്നും ഇങ്ങനെ ആയാൽ പറ്റില്ലെന്ന്. അമ്മ വന്നു, അവർ പരാതിപ്പെട്ടു. മടുത്തമ്മേ, മടുത്തു. പാല് കുടിച്ചു മടുത്തു. രാവിലെ പാല്, ഉച്ചയ്ക്ക് പാല്, സർവ്വനേരം പാല്. ഇനി മുതൽ വേറെ തീറ്റ മതി. പാല് വേണ്ടമ്മേ. അമ്മ പൂച്ചയ്ക്ക് ചിരി വന്നു. പുറത്ത് മഴ തുടങ്ങി. അമ്മ അവരെ ചേർത്ത് പിടിച്ചു. അമ്മേ, നാളെ മുതൽ ഞങ്ങൾക്ക് എന്താ തിന്നാൻ തരാ? കുഞ്ഞുങ്ങൾ ചോദിച്ചു. അമ്മ അവരെ വാത്സല്യത്തോടെ നക്കിത്തുടച്ചു. തള്ളപ്പൂച്ച പറഞ്ഞു തുടങ്ങി. നമ്മൾ പൂച്ചകൾ മീൻ തിന്നും. പൂച്ചക്കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് കയറി ചോദിച്ചു, മീൻ എവിടെയുള്ളത്? വെള്ളത്തിൽ. പൂച്ചക്കുഞ്ഞുങ്ങൾ പരസ്പരം നോക്കി. റെഡി, 1 2 3, ഒറ്റച്ചാട്ടം. പുറത്ത് മഴ, മുറ്റം നിറയെ വെള്ളം. അവർ മീൻ പിടിക്കാൻ വെള്ളത്തിലിറങ്ങി. എവിടെ മീൻ? കുറേ ഉണങ്ങിയ ഇലകൾ മാത്രം. അവർ മടങ്ങിയെത്തി. മുഖം വീർപ്പിച്ചിരിപ്പായി. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. കേട്ട പാതി കേൾക്കാത്ത പാതി എന്തിനാ ഓടിയത്? അമ്മ ചോദിച്ചു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടേ പുറപ്പെടാവൂ, തിടുക്കം വേണ്ട കേട്ടോ. ആ ഉപദേശം അവർക്ക് രസിച്ചില്ല. അവർ പിണങ്ങിയിരിപ്പാണ്. നാളെ നമ്മൾക്ക് ഇര പിടിക്കാൻ പോകാം, അമ്മ അവരെ ആശ്വസിപ്പിച്ചു. അതിനെ പരിശീലനം വേണം. ദേ, ഈ വാലിൽ ആർക്കാ പിടിക്കാൻ പറ്റുക? അമ്മ അതിൻ്റെ വാല് ആട്ടിക്കൊടുത്തു. പൂച്ചക്കുഞ്ഞുങ്ങൾ അമ്മയുടെ വാലനക്കം ശ്രദ്ധിച്ചു. 1 2 3, ഒറ്റച്ചാട്ടം. വാല് കിട്ടിയില്ല. വീണ്ടും അവർ തയ്യാറെടുത്തു. വാല് പിടുത്തം തുടർന്നു. പിറ്റേ ദിവസമായി. പൂച്ചക്കുഞ്ഞുങ്ങൾ ഉത്സാഹത്തിലാണ്. അമ്മയും മക്കളും ഇര പിടിക്കാൻ പുറപ്പെട്ടു. ഒരു പുൽത്തടിയിലാണ് അവർ എത്തിയത്. അമ്മ പറഞ്ഞു, ശ്രദ്ധിച്ചു നിൽക്കണം, ശ്രദ്ധിച്ച്. ഞാൻ പുല്ലുകൾ ഇളക്കും. അപ്പോൾ പച്ചക്കുതിരകൾ ചാട്ടം ചാടും. പിടിച്ചോളണം. ഓ, റെഡി. പൂച്ചക്കുഞ്ഞുങ്ങൾ തയ്യാറായി നിന്നു. അമ്മ പുൽത്തലപ്പുകൾ വകഞ്ഞു മാറ്റി. അതാ ഒരു പച്ചക്കുതിര മേലേക്ക് ഉയർന്ന ഒരു അഭ്യാസം. അതിൻ്റെ ചേലൊത്ത ചാട്ടം പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമായി. പച്ചക്കുതിരകൾ പുൽത്തുമ്പുകളിൽ നിന്ന് കുതിച്ചുയരുകയും മറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ചാട്ടം കണ്ട് രസം പിടിച്ച് പൂച്ചക്കുഞ്ഞുങ്ങൾ അങ്ങനെ ഇരുന്നു. എത്ര എണ്ണം പിടിച്ചു? അമ്മ ചോദിച്ചു. പൂച്ചക്കുഞ്ഞുങ്ങൾ ഒരടവെടുത്തു. അമ്മേ, ഈ പച്ചക്കുതിരയെ ഞങ്ങൾ തിന്നില്ല. അവറ്റാ വയറ്റിൽ കിടന്ന് ചാടും. നമുക്ക് പോകാം. അവർ മടങ്ങി. വിശപ്പ് കൂടി വന്നു. അപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ
ഇന്നും കൂടെ പാല് കുടിക്കാം. മ്യാവ്. അടുത്ത ദിവസം 2 പൂച്ചക്കുഞ്ഞുങ്ങളും പുറപ്പെട്ടു. എലിയെ പിടിക്കണം. എലിയെപ്പറ്റി പറഞ്ഞത് അവരോർത്തു. അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എലിയെപ്പറ്റി. കൂർത്ത മുഖം, ചാരനിറം, കീർത്ത പല്ലുകൾ, നീണ്ട വാല്, വട്ടച്ചെവി. എലിയെ പിടിക്കാൻ ഒരു പ്രയാസവുമില്ല. എല്ലാം അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ശബ്ദമുണ്ടാക്കരുത്, ശബ്ദമുണ്ടാക്കരുത്. പതുങ്ങി 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 ചെല്ലണം. പമ്മിയിരിക്കണം. ലാക്ക് നോക്കണം. പിന്നെ ഒരൊറ്റ ചാട്ടം. പിടിച്ച പിടിവിടരുത്. കടിച്ച് കുടയണം അവനെ. മറക്കാതിരിക്കാൻ അവർ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എന്തൊക്കെ ചെയ്യണം? പതുങ്ങി പതുങ്ങി ചെല്ലണം, പമ്മിയിരിക്കണം, ലാക്ക് നോക്കണം, പിന്നെ ഒരൊറ്റ ചാട്ടം. പിടിച്ച പിടിവിടരുത്. കടിച്ചു കുടഞ്ഞ് തിന്നണം അവനെ. എലി വരട്ടെ, കാണിച്ചു കൊടുക്കാം. അവർ തലയുയർത്തി നടന്നു. ചുറ്റും നോക്കി. അതാ ഒരു ജീവി. ചാരനിറം, കൂർത്ത മുഖം, കൂർത്ത പല്ലുകൾ. എലി തന്നെ. അവർ ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി പതുങ്ങി അടുത്തേക്ക് ചെന്നു. പമ്മിയിരുന്നു. ലാക്ക് നോക്കി. പെട്ടെന്ന് ആ ജീവി അവരെ കണ്ടു. അത് പൂച്ചക്കുഞ്ഞുങ്ങളുടെ നേരെ തിരിഞ്ഞു. പൂച്ചക്കുഞ്ഞുങ്ങൾ പരസ്പരം നോക്കി. റെഡി, 1, 2, 3. ഒറ്റ ഓട്ടം. ജീവി പുറകെ. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. അമ്മ വന്നപ്പോൾ അവർ ചോദിച്ചു, അമ്മേ, എലി കുരയ്ക്കുമോ? വിവരമെല്ലാം കേട്ടപ്പോൾ അമ്മയ്ക്ക് ചിരി പൊട്ടി. മക്കളെ, അത് പട്ടിയാണ്, എലിയല്ല. ഓടിത്തളർന്ന പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വിശപ്പ്. വല്ലാത്ത വിശപ്പ്. ഇന്നിനി എന്താ കഴിക്കുക? ഒന്നും കിട്ടിയില്ലല്ലോ. അവർ പരസ്പരം നോക്കി. അമ്മയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ ഇന്നും കൂടി അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ ഇന്നും കൂടി പാല് തരാമോ? അപ്പോൾ പാല് വേണ്ട എന്ന് പറഞ്ഞ പൂച്ചക്കുഞ്ഞുങ്ങൾ ഇന്നും കൂടി പാല് കുടിക്കാം. കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷം. വീണ്ടും കാണാം.